കേസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഒരമ്മ പുഴയിലെറിഞ്ഞ് കൊന്നൊരു കേസിൻ്റെയാണ്. അപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് 1 വർഷമായിട്ട് ലൈംഗികമായിട്ടുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ്. വീട്ടിനകത്തുള്ള ആളാണ്, അച്ഛൻ്റെ വീട്ടുകാർ തന്നെയാണ്, വീട്ടുകാരെന്നല്ല അതിലൊരാളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം അയാൾ കസ്റ്റഡിയിലും ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അവനെ നേരെ റിമാൻഡ് അടിച്ച് പോസ്കോ കേസ് അടിച്ച് നേരെ അവനെ കൊണ്ട് പിന്നെ ജയിലിലിട്ട് നല്ലോണം തീറ്റി പോറ്റിയിട്ട് 1-2 ജീവപര്യന്തവും കൊടുത്ത് അവനെ ഇറക്കി സ്റ്റാറാക്കി ഇങ്ങോട്ട് വിടും. ഈ നാറിയ എന്താ പറയണേ, ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാനും ഒരു അമ്മയാണ്, 2 പെൺകുട്ടികളുടെ അമ്മയാണ്. മനസ്സിലായി? എൻ്റെ കുഞ്ഞിനെയാണ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയല്ല കൊല്ലാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അമ്മ ചെയ്യേണ്ടിയിരുന്നത് അവനെ കൊല്ലുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ പോയി ജയിലിൽ കിടന്നാലും നമുക്ക് പ്രശ്നമില്ലെന്ന് വിചാരിച്ചോണം. ഞാനായിരുന്നേ അത് തന്നെ ചെയ്യുമായിരുന്നു. ഞാൻ എൻ്റെ പ്രൊഫഷനോ അല്ലെങ്കിൽ എൻ്റെ കരിയറോ എൻ്റെ ഒന്നും എന്നെ ബാധകമല്ല. കാരണം എനിക്കവിടെ എൻ്റെ മക്കൾ എന്നുള്ളതാണ്. ഒരു കുഞ്ഞു മക്കൾ, ഒരു അമ്മയുടെ അടുത്തൊരു കുഞ്ഞത് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അമ്മ അത് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ മാനസികമായിട്ട് ഒരുപാട് തളർന്നു. എനിക്ക് ആ ഒരു വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്കറിയില്ല, ഒരുപാട് പേര് ലോകത്തുള്ള പല അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ നെഞ്ചു പൊട്ടി കരഞ്ഞ് കണ്ടൊരു വീഡിയോ ആയിരിക്കും അത്. പക്ഷെ അതിൽ ഇങ്ങനൊരു കേസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ പറയല്ലോ, ഇങ്ങനെയുള്ളവരെ സ്പോട്ടിൽ അങ്ങ് തീക്കാനുള്ളതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റി നല്ല ഗവൺമെൻറ്റിൻ്റെ ശരീരം അനങ്ങാതെ ഗവൺമെൻറ്റിൻ്റെ ആഹാരവും കൊടുത്ത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവനെ സ്പോട്ടിലെ തീക്കുക. അതാണ് ആ ഒരു നാറിയ, ഇവിടുത്തെ ഒരു നാറിയ ഗവൺമെൻറ് അല്ലെങ്കിൽ നാറിയ അത്രത്തോളം അതം പതിച്ച നിയമങ്ങളും ചിട്ടകളുമാണ് ഇന്നും ഓരോന്ന് ഈ കേരളത്തിൽ തന്നെ നടക്കുന്നത്. നാണമില്ലേ കേരളം എന്ന് പറയാം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിപ്പോൾ നടക്കുന്നത്. സ്പോട്ടിൽ അവൻ്റെ വെട്ടിക്കളയണം, അതാദ്യം ചെയ്യുക. ചെയ്തതിന് ശേഷമാണ് പിന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. നാട്ടുകാരുടെ ഫ്രണ്ടിൽ വിട്ടുവിടുക. അല്ലെങ്കിൽ ലോക്കപ്പിലെ ഈ പറയും പോലെ ലോക്കപ്പിലെ അവനെ തീത്തരെ ഒരു 2 ഇടി നല്ല മർമ്മം നോക്കി കൊടുത്ത് അവനെ ലോക്കപ്പിലെ തീറ്റരുന്നു. അവൻ തൂങ്ങിച്ചതെന്നെല്ലാം പറഞ്ഞ് പോലീസിന് തന്നെ കേസ് ക്ലോസ് ചെയ്തുകൂടെ? എന്തെല്ലാം കള്ളത്തരം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിക്കുന്നു. അയ്യോ, എനിക്ക് ഇത് നമ്മൾ എങ്ങനെ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം ചങ്കിടിപ്പാണ്, എങ്ങനെ വളർത്തി കൊണ്ടുവരും എന്ന്. സത്യം ഞാൻ എൻ്റെ കുഞ്ഞിലേക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന്മാരുടെ പ്രായമുള്ളവരുടെ കയ്യിൽ നിന്ന് തന്നെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പല തെണ്ടികളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായത്തോളം. നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വരിക എന്താണ് ഏതാണെന്നുള്ളത്. അപ്പോൾ കുഞ്ഞിലേക്ക് ഞാനൊക്കെ അനുഭവിച്ചത്, അല്ലെങ്കിൽ എന്നെപ്പോലെ എത്ര പെൺപിള്ളേർ അനുഭവിച്ചിട്ടുണ്ടാവും. എനിക്കിത് ഓർക്കാൻ കൂടി വയ്യ. സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ കാര്യം 1 വർഷം കൊണ്ട് അവൻ ആ ഒരു തന്തയില്ലാതനം ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ വയ്യ. ദയവ് ചെയ്ത് ഇതിന് കർശനമായിട്ടൊരു നടപടിയെടുത്ത് സ്പോട്ടിൽ അവനെ തീക്കാനുള്ളത് ചെയ്യുക. അല്ലെങ്കിൽ അവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൻ വീണ്ടും കുറച്ചുകൂടെ ആരോഗ്യത്തോടെ വന്ന് കുറച്ചുകൂടെ മക്കളെ ഇങ്ങനെ തന്നെ ചെയ്യും.